ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ വെച്ചിട്ടൊരു വടയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2-3 അല്ലി ചെറിയ ഉള്ളിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഒരു 1/4 കിലോ നെത്തോലി മീൻ വേണം. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്തുള്ള മുള്ളൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വേണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പട്ട ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവനുള്ളതുണ്ടെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ പൊടിയായാലും മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ഈ തോരനൊക്കെ ചതയ്ക്കും പോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ നെത്തോലി തന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് മതിയാവും. ആ മീനും കൂടെ ഇട്ടിട്ട് പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. നല്ല അരഞ്ഞു പോരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് എല്ലാം കൂടി ചതച്ചെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ആവശ്യമുള്ള സൈസിൽ നമ്മൾ വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് മിക്സ് എടുത്തിട്ട് ഒരു ബോളാക്കിയിട്ട് അതൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് അമർത്തിയിട്ട് നമ്മളൊരു വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ സൈഡ് നല്ല തിന്നായിട്ടും നടുഭാഗം കുറച്ച് കനത്തിലിരിക്കും. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് വട റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വടയും ഫ്രൈ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു സൈഡൊന്ന് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. ഇപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ചോറിനൊപ്പം കഴിക്കാനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ അടുത്ത ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.